ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയസ് ഫാഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് എളുപ്പത്തിലൊരു ബിരിയാണിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതുപോലെ അരി അത് അളന്നെടുക്കാം. നമുക്ക് ഈ ഗ്ലാസിൻ്റെ അളവിലാണ് ഞാൻ എടുക്കുന്നത്. 2.5 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബിരിയാണിയുടെ മസാലക്കൂട്ട് വെക്കാനായിട്ട് ഒരു കുക്കറാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ നമ്മുടെ കുക്കർ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 മീഡിയം സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. ഇതിട്ടു അപ്പോഴത്തേക്ക് നമ്മുടെ അരി ഒന്ന് കഴുകി വയ്ക്കാം. ടൊമാറ്റോ ഉടനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക്, 1 പീസ് ഇഞ്ചി, വെളുത്തുള്ളി, 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചതച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും. 1 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കണം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കും. ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുകയാണ്. 2 കഷ്ണം പട്ട ഇട്ട് കൊടുത്തു. ഒരു 4 ഗ്രാമ്പു ഇരിക്കുന്ന അരി ഇട്ട് കൊടുക്കും. അരി എടുത്ത ഗ്ലാസ്സിൽ തന്നെ ഒരു 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം ഞാൻ 2.5 ഗ്ലാസ് അരിയാണ് ഇട്ടിട്ടുള്ള. 5 ഗ്ലാസ് വെള്ളം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. 2 ടീസ്പൂൺ നെയ്യാണ് ഞാൻ ഇട്ട് കൊടുക്കണത്. അല്പം കൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഇലയാണ് എടുത്തിട്ടുള്ള. ഇതുകൂടെ ഒന്ന് കട്ട് ചെയ്ത് ഇതിലിട്ട് കൊടുക്കാം. നമുക്ക് ഇത് രമ്പേര ഇലയും കൂടെയാണ് ഇട്ട് കൊടുക്കണത്. മിക്സ് ചെയ്ത് നമുക്ക് സ്റ്റവ് ഓഫാക്കാം. ഒരു 10 മിനിറ്റ് ഇതിൻ്റെ ആവി പോകാൻ വേണ്ടി നമുക്ക് ഒരു കടായി ഇപ്പുറത്ത് അടുപ്പിലോട്ട് വെച്ച് കുറച്ച് കശുവണ്ടി, മുന്തിരി, സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ കടായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യിട്ട് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി, മുന്തിരി കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ടിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലോട്ട് കോരിയെടുക്കാം. ണ്ട് നമുക്ക് നമ്മുടെ ബിരിയാണി തുറന്നു നോക്കാം. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത ഉള്ളിയെല്ലാം ഇട്ട് കൊടുക്കാം. വെച്ചിരിക്കുന്ന കശുവണ്ടി, മുന്തിരി കൂടെ ഇട്ട് കൊടുക്കാം. നല്ല ബിരിയാണി ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ബിരിയാണിയാണ്. നമുക്ക് എളുപ്പത്തിൽ തന്നെ 2 വിസിൽ മതി ഇതിന് ചോറ് നമുക്ക് എടുക്കാൻ. അപ്പം നമ്മുടെ ഇന്നത്തെ കുക്കറിൽ ശരിയാക്കിയ ബിരിയാണിയാണ്. അപ്പം നമ്മൾ ഈ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.